സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമന സമിതിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി നിയമനങ്ങൾ നടത്തുന്നതായി ആക്ഷേപം. ഏറ്റവും ഒടുവിൽ നടന്ന നിയമനത്തിൽ സിപിഐ പ്രതിനിധിയെയാണ് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണറാക്കിയത്. പ്രതിപക്ഷ നേതാവില്ലാത്ത സമിതിയാണ് സിപിഐ അംഗത്തെ ശുപാർശ ചെയ്തത്. ഒഴിവുള്ള സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നതിന് 6 മാസം മുൻപ് അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. സർക്കാർ നിയോഗിക്കുന്ന വിദഗ്ധ സമിതി തയ്യാറാക്കുന്ന പാനലിൽ നിന്ന് ഒരു അപേക്ഷകനെ മന്ത്രിസഭയിലേക്ക് ശുപാർശ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ട 3 അംഗ കമ്മിറ്റിയാണ്. കഴിഞ്ഞ മാസ അവസാനം ഒരു ദിവസത്തെ നോട്ടീസിൽ കമ്മിറ്റി കൂടുവാൻ നിശ്ചയിച്ചിരുന്ന തീയതിയിൽ പ്രതിപക്ഷ നേതാവിന് പങ്കെടുക്കുവാൻ അസൗകര്യമുണ്ടെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ അഭാവത്തിൽ യോഗം ചേർന്ന് സിപിഐയുടെ പ്രതിനിധിയായ അജയ് കുമാറിനെ ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കാൻ മന്ത്രിസഭ ഗവർണറോട് ശുപാർശ ചെയ്തു. സമിതിയിലെ 3 പേരും ഒപ്പുവെക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവിന് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് കീഴ്വഴക്കം. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി നടത്തിയ ശുപാർശയ്ക്ക് നിയമസാധുതയില്ലെന്ന ബോധ്യമുള്ള ചീഫ് സെക്രട്ടറി തന്നെ മന്ത്രിസഭാ തീരുമാനം ഗവർണറുടെ അംഗീകാരത്തിന് അയക്കുകയായിരുന്നു. ഗവർണറുടെ അംഗീകാരത്തിന് ലോക്ഭവനിൽ എത്തി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിനു മുൻപ് നിയമനം നടത്തുന്നതിനാണ് തിരക്കിട്ട് കമ്മിറ്റി വിളിച്ചു ചേർത്തത്. മുൻ ധാരണപ്രകാരം ഒഴിവു വന്ന സ്ഥാനം സിപിഐക്ക് അവകാശപ്പെട്ടതാണ്. സിപിഎമ്മിന്റെ തന്നെ വിരമിച്ച നിരവധി ഉയർന്ന പദവി വഹിച്ചിരുന്നവർ കമ്മീഷണർ പദവിക്കുള്ള അപേക്ഷകരായിരുന്നു.